ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പൊരിച്ച പത്തിരി ഉണ്ടാക്കിയാലോ? അതിനാവശ്യമുള്ളത് അരമുറി തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം. നമുക്കിനി ഈ തേങ്ങയെ ജീരകവും മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചട്ടിയിലേക്ക് നമ്മളൊരു ലേശം എണ്ണയൊഴിച്ച് അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാണ് സമയത്ത് നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇനി നമ്മൾ നന്നായി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഞാനിവിടെ വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി ഒന്ന് തീ സ്ലോയിൽ വെച്ചിട്ടൊന്ന് നമുക്ക് സിമ്മിലിട്ടുകൊണ്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് തുറന്ന് നമുക്ക് ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും ജീരകവും പിന്നെ അതിലേക്ക് ലേശം എള്ളും ഇട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ച് സ്മൂത്താക്കണം. നമുക്ക് കൈ ചെറുതായി പൊള്ളുന്ന സമയത്ത് നമുക്ക് കൈ ചെറുതായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ മുക്കി കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായി കുഴച്ചൊന്ന് സെറ്റാക്കണം അത്. ഇനി ഇതിലേക്ക് ചിലവർ നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ റവയോ 1 സ്പൂൺ മൈദയും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം നനച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ നമുക്കൊരു ചപ്പാത്തിയുടെ റോളർ വെച്ച് പരത്തിയിട്ട് കുറച്ച് ആവശ്യത്തിന് കട്ടിയോടുകൂടി പരത്തിയിട്ട് നമുക്കിങ്ങനെ ഒരു ഗ്ലാസ് വെച്ച് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം കേട്ടോ. ഇനി റൗണ്ട് ഷേപ്പ് നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം വീണ്ടും ബാക്കി വരുന്ന മാവ് സെയിം ഇതുപോലെ തന്നെ നമുക്ക് റോളർ വെച്ച് പരത്തിയിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം എനിക്കിവിടെ ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 ഗ്ലാസ് പൊടിക്ക് എൻ്റെ ഒരുപാട് കട്ടിയില്ല കേട്ടോ. അത് ശരിക്കും കടയിലൊക്കെ കിട്ടുന്നത് ഇതിനേക്കാളും കട്ടിയുള്ളതാണോ, ലേശം കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മളുടെ പത്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം എണ്ണയിൽ തിളച്ചതിന് ശേഷം അതൊന്ന് പൊന്തി വരും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കത് ഇതാക്കിയെടുക്കണം. എന്നാലാണ് അതിനൊരു കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വറുത്ത് കോരി എടുക്കുക. സെയിം ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തം വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വറുത്ത പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബായ്.